ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അതും ഓട്സും ഉണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഫ്ലെയിം ഒന്ന് മിഡിയത്തിലാക്കിയതിന് ശേഷം 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് 3-4 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചെറിയ സ്പൂണ് കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ സ്പൂണ് നെയ്യ് കൂടി ചേർത്തെടുക്കുക. കരിവേപ്പില, വറ്റൽമുളക് ഇവയെല്ലാം ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി, പകുതി സവാള, ക്യാരറ്റ് ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തെടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഓട്സും കൂടി ചേർത്തെടുക്കുക. ഓട്സും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചെടുക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം കുറച്ച് നാളികേരം, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്